ഹലോ ഫോർട്ടീസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കുള്ള ഇന്ന് തൊട്ട് പുതിയ യൂണിറ്റ്, വേറൊരു പുതിയ യൂണിറ്റാണ് പഠിക്കുന്നത്. അതിനകത്ത് യൂണിറ്റ് അല്ലെങ്കിൽ 3. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളൊക്കെ പഠിച്ചു. അതിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ കുട്ടിയൊന്നും പറയത്തില്ല, പരീക്ഷ അങ്ങ് ഇടത്തേ ഉള്ളൂ, കൺവീനിയൻസ് അനുസരിച്ച്. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ ഇനി ഈ ഒരു യൂണിറ്റിൽ ഒരുപാട് ടോപ്പിക്കുള്ള ഒരു യൂണിറ്റാണ് യൂണിറ്റ് 3. അതിനകത്തെ ആദ്യത്തെ ഓർഗനൈസേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ ആൻഡ് നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്. അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിൻലി അതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ, ആൻഡ് ദെൻ പ്രിൻസിപ്പിൾസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ചാർട്ട് ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഇതിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമേ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ എന്ന് നോക്കാം. ജനറലി നിങ്ങൾ ഓർഗനൈസേഷനെ പറ്റി നമ്മൾ അത് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമാണ് ഓർഗനൈസേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓർഗനൈസേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു structural framework within which the various efforts of people in the hospital are coordinated and related to each other to achieve a desired goal. അപ്പോൾ നമുക്കറിയാം, ഇതൊരു കോമൺ ഡെഫിനിഷനാണ്. അതായത് നമ്മളിപ്പോൾ അതായത് ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രത്യേക ഗോളോട് കൂടിയായിരിക്കും, അല്ലേ? അതിനൊരു എയിം ആൻഡ് ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ ഗോളും കാണും. അപ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിനകത്തുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും പ്രവർത്തനങ്ങളുടെയും അവിടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരുടെയും ചുമതല, ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ജോലി, ഇതെല്ലാം കൂടെ ചേർത്ത് ഏകോപിച്ച് അവരുടെ ഒരു യുണൈറ്റഡ് വർക്കാക്കി ആ ഒരു റിസൾട്ട് നേടിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിനാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് authorized and responsibility and are effective to coordination and control are possible only through the organization. അതായത് ഓർഗനൈസേഷൻ refers to the structural framework within which the various efforts of people in the hospital are coordinated and related to each other to achieve the desired goal. അതാണ് അതിൻ്റെ സിമ്പിൾ മീനിങ്. ദെൻ ഓർഗനൈസേഷൻ facilitate the management activities and it ensure the maximum utilization of the ability and productive capacity of the work in a hospital. അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളും അവരുടെ കപ്പാസിറ്റി എല്ലാം കൂടെ ഏകോപിപ്പിച്ചാൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് നടന്ന് അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് വിതിൻ വിച്ച് ദ വേരിയസ് എഫേർട്സ് ഓഫ് പീപ്പിൾ ഇൻ ദ ഹോസ്പിറ്റൽ ആർ കോർഡിനേറ്റഡ് ആൻഡ് റിലേറ്റഡ് ടു ഈച്ച് അതർ ടു അച്ചീവ് എ ഡിസൈഡ് ഗോൾ. അതിനകത്ത് ഇടയ്ക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, നിങ്ങളത് കറക്റ്റ് ചെയ്ത് എഴുതിക്കൊള്ളണം. ഓക്കെ. പിന്നെ അടുത്തത് പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് ഓതറൈസേഷൻ പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് അതോറിറ്റി എന്നാണ് പറയേണ്ടത്, ഓതറൈസേഷൻ അല്ല. പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇഫക്റ്റീവ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ആർ പോസിബിൾ ഓൺലി ത്രൂ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ പ്രോപ്പർലി ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ അസൈൻമെൻറ്റ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. അതുപോലെ ഇഫക്റ്റീവ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, ഇതൊക്കെ ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങളാണ്, അല്ലേ? പല പല ഡിപ്പാർട്ട്മെൻറ്റുകളെ തമ്മിൽ കൺട്രോൾ ചെയ്യണം, ഏകോപിപ്പിക്കണം, അവിടുത്തെ ജോലികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ OPD കാണും, ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, അവിടെ തന്നെ പല വാർഡുകൾ കാണും. അതുപോലെ തന്നെ അത് തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ലോണ്ടറി ഉണ്ട്, കഫറ്റേറിയ കാണും, പിന്നെ അതുപോലെ എൻ്റെ CSSD കാണും. ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ? ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫംഗ്ഷൻ നന്നായിട്ട് നടന്ന് ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് ഏകോപിച്ച് ചുമതലയോടെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ അതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് ഓതറൈസേഷൻ
authorization and responsibility and effective coordination and control are possible only through organization. ഓക്കെ, പിന്നെ ഓർഗനൈസേഷൻ്റെ വേറൊരു ഡെഫിനിഷൻ കൂടെ പറയാം. അതായത് ഓർഗനൈസേഷൻ ഈസ് ദ റാഷണൽ കോർഡിനേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി നമ്പർ ഓഫ് പീപ്പിൾ in a hospital for the achievement of a common purpose or goal through division of labor and function and through hierarchy of authority and responsibility. അതായത് അത് കുറേ കൂടെ കാര്യങ്ങളുള്ള ഒരു ഡെഫിനിഷൻ. അതായത് ഓർഗനൈസേഷൻ ഈസ് ദ റാഷണൽ കോർഡിനേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് എ കോമൺ പർപ്പസ് ഓർ ഗോൾ ത്രൂ ദ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ഒരാൾക്ക് മാത്രം എല്ലാ ജോലിയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പലരെയും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അതാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫങ്ഷൻസ് ത്രൂ ഹയറാർക്കി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലിരിക്കുന്ന ഹോസ്പിറ്റൽ ഡയറക്ടർ തൊട്ട് താഴോട്ട് ഓരോരോ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൊടുത്തിരിക്കുന്ന ഓരോരോ ലെവലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർ നമ്മൾ ഹയറാർക്കി എന്ന് പറയും. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരുടെയും വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹയറാർക്കി. അപ്പോൾ ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ പവറുള്ള ആളാണ്. അതിൻ്റെ അണ്ടറിൽ അതിൽ കുറഞ്ഞ പവർ, അങ്ങനെ താഴെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ വരെ അതിനകത്ത് വരും. അപ്പോൾ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ പലതാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരും വേറൊരാളുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരായിരിക്കും അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾ മേളിലത്തെ ആളിനോടായിരിക്കും അവരുടെ ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതും പറയേണ്ടതും ഒക്കെ. അതിന് നമ്മൾ ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹയറാർക്കിയുടെ കാര്യം കൂടെ ഈ ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഈസ് ദ റാഷണൽ കോർഡിനേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് എ കോമൺ പർപ്പസ് ഓർ ഗോൾ ത്രൂ ദ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഫങ്ഷൻ ത്രൂ ഹയറാർക്കി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ ഇതിനകത്ത് രണ്ടെണ്ണം മെയിൻലി ഡെഫിനിഷൻ മീനിങ് പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ അതിനകത്ത് സ്ലൈഡിനകത്ത് കൊണ്ടുവരാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ട് എഴുതിയെടുത്തോളാം. കേട്ടല്ലോ. പിന്നെ ഇനി നമുക്ക് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. സോ ഓർഗനൈസേഷൻ ബട്ട് മെയിൻലി 3 എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ അറിയപ്പെടുന്നത് ദ 4 P's ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്. കാരണം ഇതെല്ലാം പി എന്നുള്ള ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ഓർഗനൈസേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 4 എലിമെൻറ്റ്സ്. ദീസ് എലിമെൻറ്റ്സ് ആർ പർപ്പസ്, പ്രോസസ്, പേഴ്സൺസ് ആൻഡ് പ്ലേസ്. കണ്ടല്ലോ, ഈ 4 പർപ്പസ്, പ്രോസസ്, പേഴ്സൺസ് ആൻഡ് പ്ലേസ് എന്ന് പറയുന്ന ഈ 4 വേർഡും പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നത് ദീസ് ആർ നോൺ ആസ് ദ 4 P's ഓഫ് ഓർഗനൈസേഷൻ. അത് 4 P's ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയാം. എലിമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഈ പറഞ്ഞ പർപ്പസ്, പ്രോസസ്സ്, പേഴ്സൺ, പ്ലേസ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ. അതിനെ അറിയപ്പെടുന്നത് 4 P's ഇൻ ഓർഗനൈസേഷനാണ്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. There are many principles which guide the organization. The hospital as an organization had many principles to be followed for the smooth functioning. These principles are മെയിൻലി ഒരു 11 ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ട് ബുള്ളറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങളത് നമ്പർ ഇട്ട് തന്നെ എഴുതി പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് അതോറിറ്റി, സെക്കൻഡ് ഈസ് റെസ്പോൺസിബിലിറ്റി, third is division of labor, next one is unity of command, next is direction and coordination വേറെ എഴുതിയാൽ മതി. ഡയറക്ഷൻ, then discipline, സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ. ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതുമ്പോൾ നിങ്ങളത് 11 ഫാക്ടറായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിവിഷൻ ഓഫ് ലേബർ, യൂണിറ്റി ഓഫ് കമാൻഡ്, then direction, discipline, coordination, centralization, ഡീസെൻട്രലൈസേഷൻ, ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ. ഇങ്ങനെ 11 ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അത് നിങ്ങൾ ബുക്കിനകത്തോട്ട് എഴുതുന്നുണ്ടെങ്കിൽ നമ്പർ ഇട്ട് തന്നെ എഴുതി പഠിക്കണം. എങ്കിൽ മാത്രമേ എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വിട്ടുപോയോ എന്നൊക്കെ അറിയാൻ പറ്റൂ. ഈ കമ്പ്യൂട്ടർ സ്റ്റൈലിൽ നമ്മൾ ബുള്ളറ്റ് ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതിനകത്ത് സിസ്റ്റം അങ്ങനെ ഓർഗനൈസ് ചെയ്തേക്കുന്നതുകൊണ്ടായി ചിലപ്പോൾ നമ്പർ ഇടാൻ പറ്റാതെ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ എത്രണ്ണം ഉണ്ട്, എത്രണ്ണം ഇതിനകത്ത് കമ്പോണൻസ് ഉണ്ടെന്ന് എണ്ണി തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ ഓർത്തിരിക്കത്തുള്ളൂ എല്ലാം എഴുതിയോന്നൊക്കെ. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ നത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഇൻ പ്രോപ്പർ വേ വിതൗട്ട് ഓർഗനൈസേഷൻ ആൻഡ് ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ഓർഗനൈസേഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും 11 പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഓർഗനൈസേഷൻ നടത്തുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് നത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഇൻ പ്രോപ്പർ വേ വിതൗട്ട് ഓർഗനൈസേഷൻ ആൻഡ് ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ഓർഗനൈസേഷൻ.
ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എ സ്ട്രക്ചർ ഫ്രെയിംവർക്ക് ഫോർ ക്യാരിയിങ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ. അതിനാണ് പറയുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന്. അപ്പം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു എന്ത് സാധനങ്ങൾ, ഇപ്പോൾ ഒരു ഫർണിച്ചർ എടുത്താലും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ നോക്കിയാലും ഇതിനൊക്കെ പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിന് ഒരു പ്രത്യേക പ്ലേസ്മെൻറ്റും അതിനൊരു ഫംഗ്ഷനും ഒക്കെ ഉള്ളടവാ അല്ലേ. ആ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം യുണൈറ്റഡ് ആയിട്ട് ഫുള്ളി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആശുപത്രിയെ സംബന്ധിച്ച് നമ്മളിപ്പം ഹൈറാർക്കിക്കൽ ഓർഡറിൽ പല ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഓരോരുത്തരുടെയും പൊസിഷൻ എവിടെയാണ്, അവരുടെ ജോലി എന്താണ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ഓരോ വ്യക്തിക്കും അറിയണം. ആ ഓരോ വ്യക്തിയും ആരോടാണ് ഉത്തരവാദിത്തം, ആരോടാണ് സമാധാനം പറയേണ്ടത് അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടതെന്നുള്ളത് അവർക്കറിയണം. അപ്പം ഒരു വ്യക്തി അവരുടെ നേരെ ഡയറക്റ്റായിട്ട് മേളിലുള്ള ആളിനോടാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ആ മേളിലുള്ള ആളിന് താഴെയുള്ള ആളിനെ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് സ്ട്രക്ചറിനെ പറ്റി വ്യക്തമായിട്ട് അറിയണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ബസ്സിലും കാറിലൊക്കെയുള്ള സ്ട്രക്ചറല്ല, മെക്കാനിക്കൽ സ്ട്രക്ചറിൻ്റെ കാര്യമല്ല പറയുന്നത്. ഹോസ്പിറ്റലിലെ ഡിഫറെൻറ്റ് പ്ലേസിലെ ഡിഫറെൻറ്റ് പൊസിഷനിലെ ഡിഫറെൻറ്റ് അതോറിറ്റിയിലിരിക്കുന്ന ആൾക്കാരാണ് ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത്. അത് ഇനാനിമേറ്റ് ഹ്യൂമൻ ബീയിങ്സ് അല്ല, ഇനാനിമേറ്റ് സ്ട്രക്ചേഴ്സ് അല്ല, അവർ ജീവനുള്ള ഹ്യൂമൻ ബീയിങ്സ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലേസും പൊസിഷനും ഉണ്ട്, ഓരോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അതൊക്കെ അറിയണം. അതൊക്കെ ആശുപത്രിയുടെ ഏതൊക്കെ തലങ്ങളിലാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അവരുടെ ജോലികളും എന്ന് ഈച്ച് പേഴ്സണെ അറിയണം, മറ്റുള്ളവരും അറിയണം അല്ലേ. ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റൂ, ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആരൊക്കെയുണ്ട്, അത് ഏതൊക്കെ പൊസിഷനിലാണ്, ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്താണ്, ആരോട് ഉത്തരവാദിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രോപ്പർലി വേണം. മനസ്സിലായല്ലോ. അപ്പം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ദി സ്ട്രക്ചർ ഫ്രെയിംവർക്ക് ഫോർ ക്യാരിയിങ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇത്രയും ജോലികൾ ചെയ്യുന്ന പല പല ആൾക്കാർ അവിടെ ഉണ്ട്. എന്തൊക്കെ ജോലികളാണ്? അതായത് ഓരോ ടാസ്ക്കും ഓരോരുത്തർക്ക് കൊടുത്തിരിക്കും, ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കാണും, അവർക്ക് ഓരോ അധികാരങ്ങൾ കാണും. അവർക്ക് ഓരോരുത്തരും ഓരോ ലെവലിലിരുന്ന് ഓരോ ജോലികൾ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ജോലി ആയിരിക്കത്തില്ല, എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ജോലി വേറൊന്നായിരിക്കും, അതിൻ്റെ സബോർഡിനേറ്റിൻ്റെ ജോലി വേറൊന്നായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെ പ്ലാനിങ് ആണ് എൻ്റെ ജോലിയിൽ വരുത്തേണ്ടത്, എന്തൊക്കെ ഡിസിഷനാണ് എടുക്കേണ്ടത്, ഇതെല്ലാം ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ആ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം അവരേത് ജോലിയാണോ ഏറ്റെടുത്തേക്കുന്നത് ആ ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ വരത്തില്ല ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് എ സ്ട്രക്ചർ ഫ്രെയിംവർക്ക് ഫോർ ക്യാരിയിങ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. പിന്നെ ദിസ് ഈസ് എ ഫോർമൽ കോൺഫിഗറേഷൻ ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു അലോക്കേഷൻ ഓഫ് ടാസ്ക്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ അല്ലേ. അപ്പോൾ അതിനകത്ത് ഓരോ വ്യക്തികളും ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു സംവിധാനം എന്ന് എൻ്റെ അർത്ഥം. കോൺഫിഗറേഷൻ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പരസ്പര ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത്, അതിനാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ എ ഫോർമൽ കോൺഫിഗറേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. മനസ്സിലായി. ഇപ്പോൾ തന്നെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും മേളിൽ ഇരിക്കുന്ന ഒരാൾ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഡയറക്ടർ ഓഫ് ദി ഹോസ്പിറ്റൽ, ഹീസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് at the supreme post and taking care of the entire responsibility of the hospital നമുക്ക് പറയാം. അതിൻ്റെ അണ്ടറിൽ വരുമ്പം ഒരു ഹോസ്പിറ്റൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഡിക്കൽ വാർഡ്, ആ മെഡിക്കൽ വാർഡ് എന്ന് പറയുന്നതും അവിടുത്തെ ആൾക്കാർ ഒരു ഗ്രൂപ്പാണ്. പിന്നെ സർജിക്കൽ വാർഡ്, അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡ്, അല്ലെങ്കിൽ ലോണ്ട്രി, അല്ലെങ്കിൽ CSSD, അല്ലെങ്കിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ലാബ്, ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അതായത് ആ ഒരു ഗ്രൂപ്പിലുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ മോറോളം സെയിം ആയിരിക്കും. അവർ ഒരു പ്രത്യേക ഉദ്ദേശത്തോടായിരിക്കും ഓരോ ഗ്രൂപ്പും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർജിക്കൽ വാർഡിലെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ളതുപോലെ അല്ലല്ലോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ പോകുന്നത്, അതുപോലെ അല്ല ഒരു ലാബിലെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ഓരോന്നും ഓരോ ഗ്രൂപ്പാണ്. പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് ദ ഫോർമൽ കോൺഫിഗറേഷൻ ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു അലോക്കേഷൻ ഓഫ് ടാസ്ക്. അലോക്കേഷൻ ഓഫ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ജോലികളും.
റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ നന്നായിട്ട് നടന്നു പോകണമെങ്കിൽ ഇങ്ങനെ പല ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടും ഗ്രൂപ്പായിട്ടും പല ടാസ്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവർക്ക് പവറുണ്ട്, അവർക്ക് ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഫ്രെയിംവർക്കിലാക്കി നമ്മൾ പ്രോപ്പർലി ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടി ആലോചിച്ച് തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? സിംപിളി ഞാൻ ബ്രീഫായിട്ട് എഴുതിയേക്കുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചിരിക്കും. നമ്മളിപ്പം പല ഉത്തരവാദിത്തങ്ങളിൽ പല പ്ലേസിലിരിക്കുന്നതിനും പല അതോറിറ്റിയിലുള്ള ആൾക്കാർ ഒരു ആശുപത്രിയിൽ കാണും. ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ ഉത്തരവാദിത്തം അല്ല വൈസ് പ്രിൻസിപ്പളിനുള്ളത്, അവരുടെ ഉത്തരവാദിത്വം അല്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനുമുള്ളത്, അവരുടെ ഉത്തരവാദിത്വം അല്ല അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് ഫാക്കൽറ്റിക്കുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഉത്തരവാദിത്തങ്ങളും അവരുടെ അതോറിറ്റിയും അവരേത് പ്ലേസിലാണ് ഇരിക്കുന്നതെന്നുള്ളതും കാണിക്കുന്ന ഒരു ചാർട്ടിനാണ് നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ റൂമിൽ മാഡത്തിൻ്റെ ബാക്കിലിരിക്കുന്ന അല്ലെ സൈഡിലിരിക്കുന്ന ആ ഭിത്തിയിൽ ഓർഗനൈസേഷൻ ചാർട്ടുണ്ട്. അതിനകത്ത് ഹോസ്പിറ്റലിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും മെഡിക്കൽ സൂപ്രണ്ടോ അല്ലെങ്കിൽ ചീഫ് സൂപ്രണ്ട് ഓഫ് ദി ഹോസ്പിറ്റൽ മേടി വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളും പ്ലേസും പൊസിഷനും അതോറിറ്റിയും അനുസരിച്ച് ഓരോരുത്തർക്കും ഒരു പ്ലേസ് പ്രൊവൈഡ് ചെയ്ത് ചാർട്ട് ഉണ്ടാക്കുന്നതിനാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നാലും അവരുടെ ഓർഗനൈസേഷൻ ചാർട്ടുണ്ട്. നമ്മുടെ കോളേജിൽ വന്നാൽ കോളേജിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് അതിനകത്തുണ്ടാകും. അതിനകത്ത് നമ്മുടെ കോളേജിലുള്ള എല്ലാ ടീച്ചിങ് ഫാക്കൽറ്റി അതിനകത്ത് വരും. ഇപ്പോൾ നമ്മളുടെ കോളേജിൽ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ പ്രിൻസിപ്പൾ ആയിരിക്കും, അതിൻ്റെ അണ്ടറിൽ വൈസ് പ്രിൻസിപ്പൾ വരും. പിന്നെ അതിൻ്റെ അണ്ടറിൽ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോൾ മെഡിക്കൽ സർജിക്കൽ, പീഡിയാട്രിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് വരും. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹെഡ് ഉണ്ടെങ്കിൽ ആ ഹെഡ് അവിടെ കാണും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഉള്ള കോളേജ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അണ്ടറിൽ വരും. അപ്പം നമുക്ക് അറ്റസ്റ്റ് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്ര പേരുണ്ട്, അത് ആരൊക്കെയാണ് അതിൻ്റെ ഹെഡ്, ആ ഹെഡിൻ്റെ അണ്ടറിൽ ആരൊക്കെയുണ്ട്. അറ്റ് ഗ്ലാൻസിൽ ഇതെല്ലാം മനസ്സിലാവും. അതാണ് പറയുന്നത് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. അത് ആശുപത്രിയിലും ഉണ്ട്, പിന്നെ കോളേജുകളിലും ഉണ്ട്, സ്കൂളുകളിലും ഉണ്ട്. എവിടെ ചെന്നാലും ടോപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളിൻ്റെ മേശപ്പുറത്തെങ്കിലും ഇങ്ങനെ ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് ഉണ്ടാവും. മനസ്സിലായി? ഒരുപക്ഷെ അവർ ഭിത്തിയെ തൂക്കിയിട്ടിട്ടുണ്ടാകും. പെട്ടെന്ന് അറ്റേ ഗ്ലാൻസിൽ ആർക്ക് വന്നാലും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകത്തക്കോണം പെട്ടെന്ന് പല കളർഫുള്ളായിട്ട് എഴുതി ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം. അതാണ് ഓർഗനൈസേഷൻ ചാർട്ട്. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഭിത്തിയിൽ ഹാങ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേശപ്പുറത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫയലിലോ അതുണ്ടാവും. മനസ്സിലായി? അപ്പോൾ ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് ദ യൂഷ്വൽ വേ ഓഫ് ഡിസ്ക്രൈബിങ് എ ഫോർമൽ ഓർഗനൈസേഷൻ ബൈ മീൻസ് ഓഫ് എ ചാർട്ട്. അതായത് ഇറ്റ് ഈസ് എ യൂഷ്വൽ വേ ഓഫ് ഡിസ്ക്രൈബിങ് എ ഫോർമൽ ഓർഗനൈസേഷൻ ബൈ മീൻസ് ഓഫ് എ ചാർട്ട്. ദെൻ ഇറ്റ് ഷോസ് ദ ഫ്ലോ ഓഫ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് ഇൻ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹയറാർക്കി. അതിൻ്റെ ഉത്തരവാദിത്തം എന്തിനായി ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അതിൽ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഫ്ലോ ഓഫ് അതോറിറ്റി, അതായത് അധികാരം ആരൊക്കെയാണ് ടോപ്പിൽ കൂടുതൽ അധികാരമുള്ളവർ, കുറഞ്ഞ അധികാരമുള്ളവർ, അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഷോസ് ദ ഫ്ലോ ഓഫ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് അറ്റ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹയറാർക്കി. മനസ്സിലായോ? അതാണ് ഓർഗനൈസേഷൻ ചാർട്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു ഓർഗനൈസേഷൻ ചാർട്ട് ഞാൻ വരച്ചുണ്ടാക്കി ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. അതിനകത്ത് കണ്ടോ, ഒരു ഹോസ്പിറ്റലിൻ്റെ ഞാൻ കൊടുത്തേക്കുന്നത്. അതിനകത്ത് 2 തരം ആൾക്കാരാണ് ഉള്ളത്. ഒന്നാമത് ചീഫ് മെഡിക്കൽ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് നേഴ്സിംഗ് സൂപ്രണ്ട് വരുന്നത്. അതായത് അതിൻ്റെ അണ്ടറിൽ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടെങ്കിൽ അവർ വരും നെക്സ്റ്റ് പ്ലേസിൽ. പിന്നെ ഹെഡ് നേഴ്സ് ഓഫ് ഈച്ച് വാർഡ് അവരുടെ അണ്ടറിൽ വരും. അപ്പോൾ ഏറ്റവും മേളിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഹി മേ ബി ദ ടോപ്പ് അതോറിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. സെക്കൻഡ് നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നേഴ്സിംഗ് സൂപ്രണ്ട് വരും. പിന്നെ അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട്, പിന്നെ ഹെഡ് നേഴ്സ് ഓഫ് ഈച്ച് വാർഡ്, പിന്നെ വാർഡ് ഇൻചാർജ്, പിന്നെ അതിൻ്റെ അണ്ടറിൽ സ്റ്റാഫ്, അതിൻ്റെ അണ്ടറിൽ വാർഡിലെ 4th ക്ലാസ് എംപ്ലോയീസ്, അറ്റൻഡൻറ്റ്, സ്വീപ്പർ, അങ്ങനെയുള്ളവർ. മനസ്സിലായി? ഇപ്പോൾ ഇത് നോക്കി തന്നെ ഇപ്പോൾ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ മേളിൽ കൊണ്ടുവന്നേക്കുന്നത് ഹീസ് ദ സുപ്രീം അതോറിറ്റിയുള്ള ആൾ മെഡിക്കൽ സൂപ്രണ്ടാണ്. അപ്പോൾ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ അണ്ടറിലാണ് നേഴ്സിംഗ് സൂപ്രണ്ട് വരുന്നത്. ആ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ അണ്ടറിലാണ് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട് വരുന്നത്.
ഇപ്പോൾ നമ്മുടെ കോളേജിൽ പ്രിൻസിപ്പാൾ ആൻഡ് വൈസ് പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ അണ്ടറിലാണ് വൈസ് പ്രിൻസിപ്പാൾ വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നേഴ്സിംഗ് സൂപ്രണ്ടാണ് ഏറ്റവും ചീഫ് അല്ലെങ്കിൽ നേഴ്സിംഗ് ഓഫീസർ എന്ന് പറയാം. അത് പല ഹോസ്പിറ്റലിലും പല പേരിൽ അറിയപ്പെടും, ചീഫ് പേഴ്സൺ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേഴ്സിംഗ് സൂപ്രണ്ട് എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് സർവീസ് സൈഡിലെ കാര്യം, അതായത് ഹോസ്പിറ്റലിലെ കാര്യം എഴുതിയേക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഐദർ ആസ് നേഴ്സിംഗ് സൂപ്രണ്ട് ഓർ ചീഫ് നേഴ്സ് ഓർ നേഴ്സിംഗ് ഓഫീസർ. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ പേരിലായിരിക്കും അവർ അറിയപ്പെടുന്നത്, ടോപ്പ് പേഴ്സൺ. അവരുടെ പേരെങ്ങനെയാണോ അങ്ങനെ എഴുതാം. പേരെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ. പിന്നെ അടുത്തത് നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ അണ്ടറിൽ അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട് വന്നു. പിന്നെ ഹെഡ് നേഴ്സസ് വരും. അത് ഹെഡ് നേഴ്സസ് എന്ന് പറഞ്ഞാൽ പല വാർഡിൽ ഹെഡ് നേഴ്സ് ഉണ്ട്. അവരെല്ലാവരും തന്നെ അവിടെ വരും. മനസ്സിലായി? അവരുടെ എല്ലാം പൊസിഷൻ ഒരുപോലെ, അവരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരുപോലെയാണ്. മനസ്സിലായോ? പല വാർഡുള്ളത് കൊണ്ട് ഇപ്പോൾ 10 വാർഡുണ്ട് മെഡിക്കൽ 10 വാർഡ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ 10 ഹെഡ് നേഴ്സസ് കാണുമല്ലോ. ആ 10 ഹെഡ് നേഴ്സ് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വാർഡിലെയും വാർഡ് ഇൻചാർജ്, അതായത് പിന്നെ ഹെഡ് നേഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതോറിറ്റിയുള്ള ആൾ വാർഡ് ഇൻചാർജ് ആയിരിക്കും. അതായത് ഹെഡ് നേഴ്സ് കഴിഞ്ഞാൽ പിന്നെ സീനിയർ മോസ്റ്റ് ആരാണോ അവരാണ് വാർഡ് ഇൻചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് നേഴ്സിൻ്റെ ആബ്സെൻസിൽ ഹെഡ് നേഴ്സിൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും ഇൻചാർജ്. ഓക്കെ. അതിൻ്റെ അണ്ടറിൽ പിന്നെ സ്റ്റാഫ് നേഴ്സ് ഒന്നല്ല ഒരുപാട് സ്റ്റാഫ് നേഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരെല്ലാം ഈ വാർഡ് ഇൻചാർജിൻ്റെ അണ്ടറിൽ വരും. പിന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്നവരാണ് വേറെ ആൻസിലറി വർക്കേഴ്സെന്നോ സ്വീപ്പേഴ്സെന്നോ അല്ലെങ്കിൽ അറ്റൻഡൻസെന്നോ വാർഡ് ബോയ്സെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള നെക്സ്റ്റ് പൊസിഷനുള്ളവരാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ നേഴ്സിംഗ് സൈഡിൽ. ഇനി ഇപ്പുറത്തോട്ട് നോക്കി, അതായത് ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഈ നേഴ്സിംഗ് ഫാക്കൽറ്റി അല്ലാതെ വേറെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നവരൊക്കെ കാണത്തില്ലേ, ഓഫീസൊക്കെ കാണത്തില്ലേ. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പക്ഷേ അതിൻ്റെ മേളിൽ അദ്ദേഹവും ഈ പറയുന്ന മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ അണ്ടറിൽ ആകാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അണ്ടറിലായിരിക്കും. അതിൻ്റെ നെക്സ്റ്റ് പേഴ്സണാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പിന്നെ അസിസ്റ്റൻറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പിന്നെ സെക്രട്ടറി, പിന്നെ ട്രഷറർ, പിന്നെ ക്ലർക്ക് ഓർ അക്കൗണ്ടൻറ്റ്, പിന്നെ സ്വീപ്പർ, അങ്ങനെയുള്ളവർ. മനസ്സിലായി? അപ്പോൾ 2 ലൈനിലാണ് ഇത് വരുന്നത്. കാരണം ഇത് നേഴ്സിംഗ് സൈഡ് വേറെ, അവരുടെ ലൈൻ ഓഫ് റിലേഷൻഷിപ്പ് ഡിഫറെൻറ്റാണ്. അവർ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവരുടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചേക്കുവാണ്. മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലുള്ള പല പൊസിഷനിലുള്ള പല അതോറിറ്റിയുള്ള ആൾക്കാരുടെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയണം. അതിൻ്റെ എന്താണെന്ന് പറഞ്ഞല്ലോ, ദിസ് ചാർട്ട് ഷോസ് ദ ഫ്ലോ ഓഫ് അതോറിറ്റി, responsibility and communication among the various departments of the hospital that are located at the different levels of hierarchy. മനസ്സിലായോ? അതാണ് ഓർഗനൈസേഷൻ ചാർട്ട്. ഇത് പിന്നെ നമ്മൾ ചാർട്ട് ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ അന്നേരം ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഇന്നടുത്ത ഹോസ്പിറ്റലിൽ ഇന്ന വാർഡിൽ പോയി ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഇന്ന നേഴ്സിംഗ് കോളേജിലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്കൂളിലെ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കുമ്പം അത് ആരാണ്, അവരുടെ പൊസിഷൻ എവിടെയാണ്, അവരുടെ പവർ എന്താണ്, അവരുടെ അതോറിറ്റി എന്താണ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കാൻ പറ്റൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇനിയുള്ളത് ഇനി നമുക്ക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ഇനിയും ചെയ്യേണ്ടത്. ഓക്കെ. അത് ഞാൻ ഒരുപാടുള്ളതുകൊണ്ട് സ്ലൈഡ് ആക്കിയിട്ടില്ല, അത് ഞാൻ പറയാം നിങ്ങളോട്. അതിനകത്ത് ഫസ്റ്റ് വൺ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഓർഗനൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഫങ്ഷൻ ഇഫക്റ്റീവ്ലി ദ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഹോസ്പിറ്റൽ ഷുഡ് ബി വെൽ ഓർഗനൈസ്ഡ് വിത്ത് മെനി ഓഫ് ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ്. ദീസ് ഫാക്ടേഴ്സ് ആർ ഫസ്റ്റ് വൺ റിട്ടൺ statement of purpose and objective of the nursing service. Factors contributing to the organization of hospital in nursing service department എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് nursing സർവീസ്. പിന്നെ സെക്കൻഡ് ഈസ് പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ. തേർഡ് വൺ ഈസ് nursing പ്രാക്ടീസ് മാനുവൽസ്. ഫോർത്ത് വൺ ഈസ് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനുവൽ. ഫിഫ്ത്ത് വൺ ഈസ് എ nursing സർവീസ് ബഡ്ജറ്റ്.
6th one, a master staffing pattern. 7th one, plan for appraisal of nursing. 8th one, advisory committee. 9th one, adequate facilities, supplies and equipment. Next is written job description and job specification. Then next is personal resources. Next one is personal policies. Then health services. Then nursing service administrative meetings, in-service education of nursing personnel and meeting with personnel from other department. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഓർഗനൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നുകൂടെ പറയാം. റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് നഴ്സിംഗ് സർവീസ്, എ പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ, നഴ്സിംഗ് പ്രാക്ടീസ് മാനുവൽ, policy and administrative manual, a nursing service budget, a master staffing pattern, plan for appraisal of nursing, advisory committee, then adequate facilities, supplies and equipment, then written job description and job specification, personal policies, personal records, health services, nursing service administration meeting, in-service education of nursing personnel and meeting with the personnel from other departments. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ പോർഷൻ. അതായത് നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഓർഗനൈസേഷൻ ഓഫ് നേഴ്സിംഗ് സർവീസ് ഓഫ് ദി ഹോസ്പിറ്റൽ ആൻഡ് നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലുള്ളത്. ഓക്കെ, ഇന്നലത്തെ പോലെ മൊബൈലിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ക്യാൻ ഐ ഫോർവേഡ് ഇറ്റ്. എനിവേ ലെറ്റ് us see.